ഹായ് ഹലോ മദന യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിലാണ്. ഈ വീഴുന്ന കാർഡ്സിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ റീഡിങ്. ഈ വീഴുന്ന നമ്പറോ അതിൽ പറയുന്ന സോഡിയക് സൈനോ നിങ്ങൾക്കുമായി റെസനേറ്റ് ആകുന്നു എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, ഇന്ന് എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ മേടം, തുലാം, വൃശ്ചികം, കന്നി, ഇടവം, ചിങ്ങം, ഏരീസ്, ലിബ്ര, സ്കോർപിയോ, വെർഗോ, ടോറസ്, ലിയോ. ഈ ഒരു എനർജിയിലുള്ള വ്യക്തികളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? 3 ഓഫ് വാണ്ട് 6 വന്നിരിക്കുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു. കുറേ നാളായി നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയോടൊപ്പമുള്ള ഒരു ജീവിതമായിരിക്കാം. എന്താണോ നിങ്ങൾ മനസ്സിൽ ഒരുപാട് നാളായിട്ട് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. ഓക്കെ, ഉടൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി തെളിഞ്ഞു വരുന്നതാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു. നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നു. അത് ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ചില സാമ്പത്തികവുമായി അല്ലെങ്കിൽ ചില മെറ്റീരിയലിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ബ്ലോക്കേജ് ആണ് ഉള്ളതെങ്കിൽ, സാമ്പത്തികത്തിന് ബ്ലോക്കേജ്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ബ്ലോക്കേജ്, വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതിന് ബ്ലോക്കേജ്, അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ മാത്രം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ക്ലിയർ ആകാൻ പോകുന്നു. കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതിന് ഡിവൈൻ പവറിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, ഇത് ഡിവൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടി സാധിച്ചു നൽകുന്ന യൂണിവേഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സക്സസ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീക്കുപോക്കുകൾ വരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ വന്നു ചേരാൻ പോകുന്നു, ഒരു ട്രാവൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാണ്ട് ഇരുന്ന ചില സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതിൽ ബാലൻസ് വരുന്നു. നിങ്ങളുടെ പ്രിയ സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ തങ്ങളിൽ എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസിൽ വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഒരു സമയത്ത് ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളടുത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഡോഗീസോ അല്ലെങ്കിൽ നാൽക്കാലികളോ ഏതെങ്കിലും പറവകളോ അല്ലെങ്കിൽ ചില വ്യക്തികളോ കുഞ്ഞു കുട്ടികളോ ഓടി നിങ്ങളടുത്തോട്ട് വരുന്നു എങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന സിമ്പൽ കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു അടയാളം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ട് വന്നിരിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓഫർ വരാൻ പോകുന്നു. അത് റിലേഷൻ ബേസിലാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഓഫറുമായി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. ഭൂമി സംബന്ധമായും നിങ്ങൾക്ക് എന്തോ വന്നു ചേരാൻ പോകുന്നു. സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഭൂമി വന്നു ചേരാൻ പോകുന്നു. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭ്യമാകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇനി വിജയത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നു.
ഓക്കെ, നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകാൻ പോകുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹവുമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അത് പല വ്യക്തികളിൽ കൂടിയായിരിക്കും നിങ്ങളിലേക്ക് ഗിഫ്റ്റുമായി എത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജോലി നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങളുടെ മാനസിക ബലം നിങ്ങൾക്ക് ചില വ്യക്തികളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ചില വ്യക്തികളുമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിക്കുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് തരാനാണ്. നിങ്ങൾ ഭയന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ മൂവ് ഓൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ചില വാക്കുകളായാലും അല്ലെങ്കിൽ ചില വ്യക്തികളായാലും നിങ്ങളെ സന്ദർശിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നു, നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ എനർജിക്കാർക്ക് നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായി നിങ്ങൾ നേരിട്ട പാസ്റ്റിലെ കാര്യങ്ങൾ കൂടി പറയാം. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഓക്കെ, ഫാമിലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമോഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചതായി കാണുന്നു. ചില വ്യക്തികൾക്ക് ഫാമിലിയുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ സംഭവിച്ചതായി കാണുന്നു. ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായി കാണുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ വന്നതായി കാണുന്നു. ഒരു മേജർ അറ്റാക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ആരോ ആക്രമിച്ചിരിക്കുന്നു. അത് തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ എനർജി ആയിരിക്കാം. ഓക്കെ, ചില ഡബിൾ എനർജിയുടെ അറ്റാക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ചില നെഗറ്റീവ് എനർജികളുടെ അറ്റാക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പെയിൻ സിറ്റുവേഷൻ ലഭിച്ചിരിക്കുന്നു. അത് സുഹൃത്തുക്കൾ ആരുമാകാം, സ്ത്രീയുമാകാം, പുരുഷനുമാകാം. അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു ചതി ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റിലേക്ക് കടന്നു പോയത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിരിക്കുന്നതായി കാണുന്നു. ഒരുപാട് സൗഹൃദവും സമാധാനവും സ്നേഹവും ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തിയിരിക്കുന്നതായി കാണുന്നു, നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ. കൂടെ നിന്ന ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചിരിക്കുന്നു. അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, കിരീടം താഴെ വീണിരിക്കുന്നു. കിരീടം എന്ന് പറയുമ്പോൾ അധികാരമാണ്. ആ അധികാരത്തെ നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖാന്തരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ചില വ്യക്തികൾ, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരാനിരുന്ന ചില കാര്യങ്ങൾ ലേറ്റ് ആയതായി കാണുന്നു. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് വിസയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥാനത്ത് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കേണ്ടതായിരിക്കാം. എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം, മറ്റുള്ളവർ അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കേണ്ടത് എന്തോ കാരണത്താൽ ഇവിടെ വൈകിയിരിക്കുന്നതായി കാണുന്നു. ഇവിടെ സ്റ്റാറിൻ്റെ കാർഡ് കൂടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടാനിരുന്ന ചില കാര്യങ്ങൾ അതിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് പോകുന്നു. എന്താണ് സംഭവിച്ചത്, ഏതാണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് മൂണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ആരുമാകാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ആകാം, അല്ലെങ്കിൽ മറ്റ് ചില സുഹൃത്തുക്കളാകാം. ചില തേർഡ് പാർട്ടികൾ ഇടപെട്ടത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങളെ മാനസികമായി തകർത്തിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി മുഖാന്തരം നിങ്ങളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നതായി കാണുന്നു. ചില കാര്യങ്ങളിൽ ബാലൻസ് നഷ്ടപ്പെട്ടു. നിങ്ങൾ വളരെ ദുഃഖത്തിൽ കൂടി മൂഡ് സ്വിങ്സ് സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. സാമ്പത്തികമായും ബ്ലോക്കേജ് ആയിരിക്കുന്നു, ജോലി സംബന്ധമായി ബ്ലോക്കേജ് ആയിരിക്കുന്നു, സംബന്ധമായിട്ട് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിരിക്കുന്നു. നല്ലൊരു ചീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ
സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ടെമ്പറൻസിൻ്റെ കാർഡ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് ചില വ്യക്തികളെ നിങ്ങൾ സഹായിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം. ആ സുഹൃത്തുക്കൾ മുഖാന്തരം നിങ്ങൾക്ക് അവരിൽ നിന്നും തിരിച്ച് സഹായം ലഭിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല, നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് പറക്കാൻ പോലും കഴിയാത്ത വണ്ണം നിങ്ങളുടെ ചിറകുകളെ, നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ കാലുകളെ, കൈകളെ എല്ലാം ബന്ധിച്ചിട്ടിരിക്കുന്ന ചില അവസ്ഥകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. ഒരുപാട് സ്നേഹവും സന്തോഷവും വിചാരിച്ചിരുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് നെഗറ്റീവായി സംഭവിച്ചിരിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് നല്ല നിലയിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചില വ്യക്തികളെ നിങ്ങൾ സഹായിച്ചു. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ളത് ചില വ്യക്തികൾക്ക് സഹായമായി നൽകി. അതിനുശേഷം നിങ്ങളുടെ ജീവിതം നെഗറ്റീവിലേക്ക് പോയിരിക്കുന്നതായി കാണുന്നു. അത് നിങ്ങളുടെ ഇമോഷണലായിട്ട് സപ്പോർട്ട് ചെയ്തതായിരിക്കാം. ഈ ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം വളരെ ഗ്രോത്ത് ആയിരുന്നു, വളരെ സന്തോഷമായിരുന്നു, ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആർക്കാണോ സപ്പോർട്ട് ചെയ്തത്, അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഏത് വ്യക്തിക്കാണോ നിങ്ങൾ അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ നന്മയ്ക്കും വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തതായി കാണുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മാറ്റം ഇതിൽ സംഭവിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു എനർജി ബേസ് ചെയ്ത് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നന്മകൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന നന്മകൾ എന്താണ്? ഇന്നലെ വന്ന അതേ കാർഡ്സാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. സ്പിരിച്വലായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങളിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ വരും. ചോദ്യം നമ്മളിൽ നിന്നാണെങ്കിൽ ഉത്തരവും നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ആദ്യവും അന്ത്യവും നീ തന്നെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഈ ഒരു പ്രകൃതിയുടെ ഭാഗമാണ്, ഊർജമാണ്. അതുകൊണ്ട് തന്നെ ഈ ഊർജത്തെ നമ്മൾ യൂസ് ചെയ്യാതെ അത് അണച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി പോവരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള പല കാര്യങ്ങളും, കൺഫ്യൂഷനായിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയി തീരും. നിങ്ങൾക്ക് അതെല്ലാം റിവീലായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഴത്തിൽ നിന്നും മുകളിലേക്ക് കയറി വരാൻ പറയുന്നു. ഇവിടെ നോക്കിയാൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ ആയിട്ടുള്ള ചില തിരകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങൾ 2 സ്റ്റെപ്പ് യൂണിവേഴ്സ് വന്ന് നിങ്ങളെ കൈ പിടിച്ചു കൊണ്ട് പോകത്തില്ല. ഇതുപോലെ ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികളിൽ നിന്നും ചില വാക്കുകൾ, മോട്ടിവേഷൻ വാക്കുകൾ മാത്രമാണ് ലഭിക്കുന്നത്. ഓക്കെ, ആ മോട്ടിവേഷൻ വാക്കുകളെയാണ് ഒരു കയറായിട്ട് സങ്കല്പിക്കുക. ഈ ഇട്ടിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു കയർ മാത്രമാണ്, ആ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഈ സ്റ്റെപ്പുകൾ എന്ന് പറയുന്ന എന്നെ പോലെയുള്ള പല വ്യക്തികളുടെയും മോട്ടിവേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിലേക്ക് നിങ്ങൾ കയറി യൂണിവേഴ്സിൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഈ ആഴത്തിൽ കിടക്കാതെ മുന്നോട്ട് കയറി വരിക, പ്രകാശത്തിലേക്ക് കയറി വരിക. കയറി വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ മാറി നിങ്ങളിലേക്ക് പ്രകാശങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ പുതുക്കുക എന്ന് പറയുന്നു. നിങ്ങളുടെ ശക്തി പുതുക്കണമെങ്കിൽ ഒരു പരുന്ത് എങ്ങനെയാണോ തൻ്റെ ചിറകുകൾ കൊത്തി വലിച്ച് അതിൻ്റെ പഴയ ചിറകുകളെല്ലാം വളരെ വേദനപ്പെട്ടിട്ടാണെങ്കിലും ആ ചിറകിൻ്റെ ഓരോ ഇതളുകളും വലിച്ച് കൊത്തിക്കളയും. എന്തിനാണ്? അതിൻ്റെ രോമങ്ങളെല്ലാം വലിച്ച് കളയുന്നത് എന്തിനാണ്? വളരെ സ്ട്രോങ് ആയിട്ടും ശക്തിയായിട്ടുമുള്ള
ചിറകുകൾ വീണ്ടും മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരുന്ത് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിൽ പരുന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഒരു പ്രാവിനെ വെച്ചില്ല, എന്തുകൊണ്ട് മറ്റൊരു ജീവികളെയും ഇവിടെ വെച്ചില്ല? ഇവിടെ ഏറ്റവും ശക്തരായിട്ടുള്ള വളരെ ഉയരത്തിൽ പറക്കണമെങ്കിൽ സ്വന്തം വിശ്വാസം, ചിറകുകളിലുള്ള വിശ്വാസം വരണമെങ്കിൽ അതിനെ ചില കാര്യങ്ങൾ നീക്കിയിട്ട് പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഓറയിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായ ചില കാര്യങ്ങളെ കൊത്തിപ്പറിച്ച് കളയുവാൻ നിങ്ങൾക്ക് കഴിയണം. എന്തെന്ന് വെച്ചാൽ ആ കൊത്തിപ്പറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ശക്തിയുടെ തേജസ് നിങ്ങളിലേക്ക് വരികയുള്ളൂ, നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പവർ എന്തെന്നും ആ ശക്തി എന്തെന്നും നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ ഈ വർഷങ്ങളായിട്ട് ഞാൻ ഇതാണ് സഹിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൊത്തിപ്പറിച്ച് കളയേണ്ടതായിട്ടുള്ള ചില തൂവലുകളുണ്ട്. ആ തൂവലുകളെ നിങ്ങൾ തന്നെ കൊത്തിപ്പറിച്ച് സ്വയം വലിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഒരു പുതിയ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു തൂവൽ വന്നു ചേരുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വാക്കിൽ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലെനിക്ക് പിടിച്ചു കയറാൻ, എൻ്റെ ശക്തിയെ പുതുക്കാൻ എന്തെങ്കിലും വാക്കുകളുണ്ടോ? ആ വാക്കിൽ പിടിച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഇപ്പോൾ എന്ത് കറണ്ട് ഫീലിങ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഞാൻ ഈ എടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിലാണ് കടന്നു പോകുന്നത്? ഓക്കെ, ബാക്കിയുള്ള നമ്പർ ഞാൻ ഉടനെ തന്നെ എടുക്കും. നാളെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ നമ്പർ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറും വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റാർട്ടാണ്, ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്, ഒരു സ്ട്രെങ്ത് ആണ് ആഗ്രഹിക്കുന്നത്, ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഗ്രോത്ത് അവരാഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫൂളിൻ്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം ഒരു ഫൂൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളെ വിട്ടുപോയി. ഓക്കെ, 8 ഓഫ് കപ്പാണ്. അപ്പോൾ ഈ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്തത് ശരിയായില്ല. നിങ്ങൾ അവർക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു, എന്ത് കാര്യത്തിനും അവരുടെ വളർച്ചയിൽ എപ്പോഴും അവർക്ക് സപ്പോർട്ടായി കൂടെ നിന്നിരുന്നതാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നേരെ എടുത്തിരിക്കുന്ന എന്ത് ആക്ഷൻ ആയാലും അത് തെറ്റായി പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു. ദുഃഖം തോന്നുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 10 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ അവർക്ക് ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം, അതിൽ നൽകുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങൾ അവർക്ക്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായി അവരെ സഹായിച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും അവർക്ക് സാമ്പത്തിക ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ കോൾ ചെയ്യുന്നതിനും ഒക്കെ പറയും ഈ സമയത്ത് എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ചെയ്ത തെറ്റായിപ്പോയി. ഫൂളിൻ്റെ കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് ഗ്രോത്ത് വന്നിരുന്നു, ജോലി ഉണ്ടായിരുന്നു, അവർക്ക് എപ്പോഴും അവരെ അട്രാക്റ്റ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഒരുപാട് അബണ്ടൻസ് വന്നുകൊണ്ടിരുന്നു, അവർക്ക് നല്ലൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും അവരുടെ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിളിച്ച് അന്വേഷിച്ചിരുന്നു. അവർക്കൊരു സെക്യൂരിറ്റി എപ്പോഴും നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു.
ഓക്കെ, ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ അവർക്കൊരു കാവലായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ അവർക്കൊരു സ്ട്രെങ്ത് ആയിരുന്നു, ബാക്ക് ബോൺ ആയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. ഓവറോൾ എനർജിയും വന്നിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു സ്ട്രെങ്ത് തന്നെ ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 1 2 3. ഓക്കെ, ഈ എനർജിയാണ് ഉള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളടുത്ത് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായി കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അതിന് ക്ഷമ ചോദിക്കുകയാണ്. ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് വാക്കുകൾ വേദനിപ്പിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിലൊരു കുറ്റബോധം തോന്നുന്നു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര താമസിച്ചിരുന്നാലും അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് എത്ര താമസിച്ചിരുന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് നിങ്ങളുടെ പേഴ്സണാണ് ഇത് വിശ്വസിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഫാമിലിയാണ്, ഒരു റീയൂണിയനുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിന്റെ കുറ്റം കാരണമാണ് ഇങ്ങനെ വന്നത്, നീ എൻ്റെ വീട്ടുകാരുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയായില്ല, എൻ്റെ വീട്ടുകാരടുത്ത് അങ്ങനെ കാണിച്ചത് ശരിയായില്ല. ചിലപ്പോൾ നിങ്ങളായിരിക്കും പറയുന്നത് എൻ്റെ വീട്ടുകാരടുത്ത് നിങ്ങൾ ഇങ്ങനെ കാണിച്ചില്ലേ, അങ്ങനെ കാണിച്ചില്ലേ. ആ ഒരു കാര്യം പറഞ്ഞ് പരസ്പരം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കും. വീട്ടുകാരെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു പറച്ചിലൊരു മാറ്റം വരുന്നില്ല. നിങ്ങൾ റീയൂണിയൻ ഉണ്ടാകുമെങ്കിലും വന്ന് കാണുന്ന സമയത്ത് പറയും നിൻ്റെ തെറ്റ് കാരണമാണ് എൻ്റെ വീട്ടുകാരടുത്ത് നീ ഇങ്ങനെ കാണിച്ചു എന്നുള്ള ഒരു കാരണങ്ങൾ നിരത്തിക്കൊണ്ടായിരിക്കും റീയൂണിയൻ ഉണ്ടാകുന്നത്. എന്തായാലും സാരമില്ല, റീയൂണിയൻ ഉണ്ടായതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും പാടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.